ഹായ്, നമ്മൾ 3 സബ്ജക്റ്റിൻ്റെയും ഓൾറെഡി സ്ട്രാറ്റജീസ് ഒക്കെ മുമ്പുള്ള വീഡിയോസിലൊക്കെ പറഞ്ഞു പോയി. ബട്ട് ആ വീഡിയോസൊക്കെ കണ്ടപ്പം അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കാര്യങ്ങളും കൂടെ ആഡ് ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. എസ്പെഷ്യലി വേറെ ചില ചാനലിൻ്റെ വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടി. നിങ്ങൾ ഓരോരുത്തർക്കും ഓരോ സബ്ജക്റ്റും പല പല മാർക്ക് റേഞ്ചിൽ സ്റ്റക്കായിട്ട് നിൽക്കുകയായിരിക്കും. ഓരോ സബ്ജക്റ്റിനും മാർക്ക് റേഞ്ചിനനുസരിച്ചുള്ള ഒരു സ്ട്രാറ്റജി ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നമുക്ക് ഫിസിക്സ് വെച്ച് തന്നെ തുടങ്ങാം. ഫിസിക്സിൻ്റെ കാര്യത്തിൽ നിങ്ങളെ ഒരു 3 മാർക്ക് റേഞ്ച് ആയിട്ട് തിരിക്കാൻ പറ്റും. ഒരു 70 to 80 താഴെ മാർക്ക് കിട്ടുന്ന ഒരു വിഭാഗമുണ്ട്. അതുപോലെ ഒരു 70 to 130, 140 ആ റേഞ്ചിൽ സ്റ്റക്കായി നിൽക്കുന്നവരുണ്ട്. ആൻഡ് ഒരു 130+, 140+ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഈ 3 കാറ്റഗറിക്കുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു 80 താഴെ അല്ലെങ്കിൽ ഒരു 70s റേഞ്ച്, 70ൽ താഴെ മാർക്ക് കിട്ടുന്നവർ, നിങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യം ക്ലിയർ ആണ്, നിങ്ങൾക്ക് ഒരുപാട് കൺസെപ്റ്റ്സ് ഇനിയും ക്ലിയർ ആകാൻ ബാക്കിയുണ്ട്. ആ ഒരു പ്രശ്നം നമുക്ക് ക്ലാസ് കണ്ട് മാത്രമേ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ നിങ്ങൾ ഫുൾ ക്ലാസ് തന്നെ എടുത്ത് സ്പീഡിൽ ഒന്നുകൂടെ കാണണം. അതായത് കഴിഞ്ഞ വർഷമൊക്കെ ഇട്ട ക്ലാസ്സുകൾ എടുത്ത് കാണണം. അല്ലാതെ ഇപ്പം നടക്കാൻ പോകുന്ന റിവിഷൻ ക്ലാസ്സുകളൊക്കെ കണ്ടാൽ അതിൻ്റെ സ്പീഡ് കുറച്ച് കൂടുതലായിരിക്കും. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിന് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു പ്രയോറിറ്റി ഓർഡറിലാണ്. അപ്പോൾ ആ ഓർഡറിൽ തന്നെ അത് കംപ്ലീറ്റ് ചെയ്ത് പോകാൻ നോക്കുക. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലാത്ത കൺസെപ്റ്റ്സ്. റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ടിട്ടുണ്ട്, അതിൽ ആ ചില കാര്യങ്ങൾ ക്ലിക്ക് ആകാത്തത് കൊണ്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഇപ്പം നടക്കുന്ന റിവിഷൻ ക്ലാസ്സുകൾ ഏതെങ്കിലും കണ്ടാൽ മതി. നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം, ഫുൾ ക്ലാസ് കണ്ട് സമയം കളയരുത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലാത്ത ഭാഗം മാത്രം കണ്ടാൽ മതി. പിന്നെ ഈ ക്ലാസ് എന്ന് പറയുന്നത് അത് എടുക്കുന്ന ഫാക്കൽറ്റീനെ അനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് മലയാളം ചാനൽസിലെ ക്ലാസ്സുകൾ ഒന്നും കറക്റ്റ് ആകുന്നില്ലെങ്കിൽ അതിന് പുറത്തോട്ട് നിങ്ങൾ നോക്കുക. ഫിസിക്സിൻ്റെ കാര്യത്തിൽ ഓപ്ഷൻസ് ആയിട്ടുള്ളതാണ് കോമ്പറ്റീഷൻ വാല, അൺഅക്കാഡമി, വേദാന്തു, അതുപോലെ നീറ്റ് കോട്ട എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അപ്പം നിങ്ങൾ പഠിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ജസ്റ്റ് യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പം അത്യാവശ്യം വ്യൂവും ലൈക്കൊക്കെ ഉള്ള ഒരു ക്ലാസ് എടുത്ത് ആദ്യം കണ്ടു നോക്കുക. മിക്കതും ഹിന്ദിയാണ്. ഇംഗ്ലീഷ് ആയിട്ടൊരു ഓപ്ഷൻ ഞാൻ കണ്ടത് അൺഅക്കാഡമിയുടെ നീറ്റ് ഇംഗ്ലീഷ് ചാനൽ മാത്രം. പിന്നെ നിങ്ങൾ ഓർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഫിസിക്സിനെ സംബന്ധിച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ 2023 ക്വസ്റ്റ്യൻ പേപ്പർ തൊട്ട് ബാക്കോട്ട് ചെയ്തു തുടങ്ങിക്കോ. എവിടെ വരെ പോവോ അത്രയും നല്ലതാണ്. കാരണം ഫിസിക്സിൽ കുറച്ച് പഴയ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും ഇറ്റ് വിൽ സ്റ്റിൽ ബി എഫക്റ്റീവ്. സോ നിങ്ങൾ MCQ ചെയ്യുമ്പോൾ മാക്സിമം PYQ ചെയ്യാൻ നോക്കുക. ഈ PYQ അതുപോലെ എടുത്ത് ക്വസ്റ്റ്യൻ ആയിട്ട് ഇനി റിപ്പീറ്റ് ചെയ്യത്തില്ല. ബട്ട് അതിലെ വാല്യൂസും അതിലെ സെൻറ്റൻസസും ഒക്കെ മാറ്റി നമ്മൾ ചെയ്യേണ്ട സൊല്യൂഷൻസ് സെയിം ആയിരിക്കും. ഇനി PYQ ബേസ് ചെയ്തുള്ള നല്ല MCQ ബുക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് നോക്കിയാലും മതി. പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഇതിൻ്റെയൊക്കെ മാർക്ക് കുറഞ്ഞ് കണ്ടിട്ട് മോഡൽ എക്സാം എഴുതാതിരിക്കുന്നത്. നിങ്ങൾ ഇനിയുള്ള ദിവസം കൊണ്ട് ഫിസിക്സ് ഒരു 80% വരെയൊക്കെ ചിലപ്പോൾ പഠിച്ചെത്തിക്കുമായിരിക്കും. പക്ഷേ അത് എക്സാമിന് അപ്ലൈ ചെയ്യണമെങ്കിൽ എക്സാം എഴുതി തന്നെയുള്ള ശീലം വേണം. അതുകൊണ്ട് ഇനിയുള്ള സമയം മിനിമം ഒരു 7 മോഡൽ എക്സാംസ് എങ്കിലും എഴുതണം. ഓക്കെ, once in 3 days എങ്കിലും ഒരു മോഡൽ എക്സാം എഴുതുക. അതിൻ്റെ ഇടയിൽ നടക്കുന്ന മോഡൽ എക്സാംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ മേടിച്ചിട്ട് അതൊന്ന് ഓടിച്ച് വായിച്ചു വരണം. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ മിസ്സാക്കേണ്ട. ബട്ട് ഫുൾ എക്സാം ആയിട്ട് നിങ്ങൾ once in 3 days എങ്കിലും എഴുതുക. ഡെയിലി മോഡൽ എക്സാംസ് നടക്കുന്ന സെൻറ്ററുകൾ കാണുമായിരിക്കും. ബട്ട് നിങ്ങളുടെ ഇപ്പോഴത്തെ തിയറി നോളജ് വെച്ചിട്ട് ഡെയിലി ചെയ്യാൻ പോകുന്നത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് മിനിമം ഒരു 7 എക്സാംസ് എങ്കിലും എഴുതുക. ഇതൊക്കെയാണ് ബിലോ 70 ഫിസിക്സിൽ മേടിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾ മാക്സിമം ഒരു April 20th മുമ്പായിട്ട് നിങ്ങൾക്ക് ഇനി പെൻഡിങ് ആയിട്ട്, അതായത് കൺസെപ്റ്റ് ക്ലിയർ ആയിട്ടില്ലാത്ത ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് എല്ലാം April 20th മുമ്പായിട്ടെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 70 to 140 റേഞ്ചിൽ സ്റ്റക്കായി നിൽക്കുന്നവരാണ്. ഈ കൂട്ടത്തിലും +2 കഴിഞ്ഞ് നേരെ എക്സാം എഴുതാൻ പോകുന്നവരുണ്ട്. നിങ്ങൾക്കൊരു 100-120 മാർക്ക് റേഞ്ചിലൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് എ ഹെൽത്തി സൈൻ. നിങ്ങൾ ഇപ്പോൾ പഠിച്ചു പോകുന്ന രീതിയിൽ തന്നെ അങ്ങോട്ട് പോയാൽ ഇനിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും. സോ നിങ്ങൾക്കൊരു 120, 100 ഒക്കെ ആണെങ്കിൽ പോലും അധികം ഡൗൺ ആകേണ്ട ആവശ്യമൊന്നുമില്ല. ഇനിയുള്ള ടൈമും നല്ല രീതിയിൽ റിവൈസ് ചെയ്യുമ്പോൾ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഈ മാർക്ക് റേഞ്ചിൽ സ്റ്റക്കായി നിൽക്കുന്ന റിപ്പീറ്റേഴ്സിനെ സംബന്ധിച്ച് നിങ്ങൾ അത്യാവശ്യം തിയറിയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മാർക്ക് പോകാനുള്ള മെയിൻ കാരണങ്ങൾ ഒന്ന് കാൽക്കുലേഷൻ സ്പീഡിൻ്റെ കുറവ്, പിന്നെ ക്വസ്റ്റ്യൻസ് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ടെൻഷൻ അടിച്ച് മൈൻഡ് ബ്ലാങ്ക് ആയി പോയി ക്വസ്റ്റ്യൻ ചെയ്യാതെ പോകുന്നത്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് ടോപ്പിക്സ് ഒക്കെ അവിടെ എവിടെയൊക്കെ ക്ലിയർ ആകാത്തത് കാണും. നിങ്ങൾ കോച്ചിങ് സമയത്ത് ടീച്ചേഴ്സ് ഇടയ്ക്ക് ക്ലിയർ ആയോ എന്ന് ചോദിക്കുമ്പം അത് കേട്ട് പെട്ടെന്നൊന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് ക്ലിയർ ആയി എന്ന് തലവലിക്കുക കുറച്ച് പോർഷൻസ് ബാക്കി കാണും. അത് മാത്രം തപ്പിപ്പിടിച്ചെടുത്ത് ഒന്നുകൂടെ ക്ലാസ് കാണണം. ഞാൻ പറഞ്ഞ പോലെ മിസ്റ്റേക്ക് ബുക്കൊക്കെ കീപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഏതൊക്കെ ടോപ്പിക്സിലാണ് മാർക്ക് പോകുന്നത്. ആ ടോപ്പിക്സിനെ മാത്രം എടുത്ത് ക്ലാസ് കാണുക. അതും ഈ പറഞ്ഞ പോലെ April 20th മുമ്പായിട്ട് മാക്സിമം ക്ലിയർ ആക്കാൻ നോക്കുക. MCQ മുമ്പ് പറഞ്ഞ പോലെ തന്നെയാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻറ്റ്. അവിടെയും നിങ്ങൾക്ക് സ്ഥിരമായിട്ട് തെറ്റുന്ന ടോപ്പിക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാത്രം എടുത്ത് JEE മെയിൻസിൻ്റെ PYQ കൂടെ ഒന്ന് നോക്കാൻ ശ്രമിക്കുക. അത് നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ സമയം കിട്ടും. അപ്പോൾ സമയം ഉണ്ടെങ്കിൽ അതും കൂടെ നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ആ സൂപ്പർ സെഷൻ എന്നുള്ള കൺസെപ്റ്റ് നിങ്ങൾ എല്ലാവരും ചെയ്യണം. സൂപ്പർ സെഷൻ എന്ന് പറയുന്നത് ഒരു 30 minutes ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് ആണ്. ഒരു ദിവസം തന്നെ 2-3 സെഷൻസ് ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലത് ഓരോ സബ്ജക്റ്റിനും. നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത പിള്ളേരോടൊക്കെ ഞാൻ പറഞ്ഞേക്കുന്നത് ഒരു ദിവസത്തെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാനാണ്. ആ ഓരോ ഡിവിഷനിലും ഒരു സൂപ്പർ സെഷൻ വെച്ച് കംപ്ലീറ്റ് ചെയ്യണം. അപ്പം ആ ഒരു സ്ട്രാറ്റജി ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ചെയ്തു പോകുമ്പോൾ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനുള്ള സ്പീഡും കൂടും, എക്സാമിൻ്റെ സമയത്ത് ആൻസർ ചെയ്യാനുള്ള സ്പീഡും കൂടും.
ഓക്കെ, സൂപ്പർ സെഷൻ എന്താണെന്ന് ഡൗട്ട് ഉള്ളവർ നേരത്തെ ഫിസിക്സ് കെമിസ്ട്രി സ്ട്രാറ്റജി വീഡിയോ ഒന്ന് കണ്ടാൽ മതി. ലാസ്റ്റ് കാറ്റഗറി 140+ മേടിക്കുന്നവർ. യു ഗൈസ് ആർ ഓൾമോസ്റ്റ് ദെയർ. നിങ്ങൾ അത്യാവശ്യമൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കിലോട്ട് എത്താൻ പറ്റും. മോഡൽ എക്സാമിന് ഒരു 140+ ഒക്കെ കിട്ടുന്നവർക്ക് ഫൈനൽ എക്സാമിന് അതിനെക്കാട്ടും ഒരു 10-20 മാർക്ക് കൂടെ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ എന്തായാലും ഉണ്ട്. നിങ്ങൾ ഇനി ഒരുപാട് പുതിയ കാര്യങ്ങളൊന്നും പഠിക്കാൻ പോകണ്ട. പഠിച്ച കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ റിവൈസ് ചെയ്യേണ്ട സമയം മാത്രമാണിത്. ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾ ഒട്ടും നോക്കാത്തതുണ്ടെങ്കിൽ അത് മാത്രം ഒന്ന് ക്ലാസ് എടുത്ത് കാണുക. അല്ലാതെ നിങ്ങൾ ക്ലാസിന്റെ വീഡിയോസ് ഒന്നും ഇനി കാണാൻ പോയി സമയം കളയരുത്. ഈ PYQ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോസും അതുപോലെ പ്രീവിയസ് ഇയർ അനാലിസിസ് വീഡിയോസ് ഒക്കെ ഒന്ന് കണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. മിസ്റ്റേക്ക് ബുക്ക് പ്രിപ്പയർ ചെയ്തവരൊക്കെ ഇപ്പൊ തൊട്ട് തന്നെ അത് റിവൈസ് ചെയ്ത് തുടങ്ങിക്കോ. അതുപോലെ തന്നെ നിങ്ങൾ ആരും മോഡൽ എക്സാംസ് ഒന്നും ഇനി മിസ്സാക്കാതിരിക്കുക. പിന്നെ നിങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ JEE മെയിൻസിന്റെ PYQ ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഡെയിലി കുറച്ച് നേരം കുറച്ച് ഡിഫിക്കൽറ്റി കൂടിയ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യും. ചാലഞ്ച് യുവർ സെൽഫ്. പിന്നെ ഓവറോൾ ഈ 3 കാറ്റഗറിക്കാരാണെങ്കിലും നിങ്ങൾ NCERT ടെക്സ്റ്റിന്റെ കാര്യം മറന്നു പോകരുത്. NCERT എക്സംപ്ലാർ, എക്സർസൈസ് അതുപോലെ ഗ്രാഫുകളൊക്കെ ഒന്ന് നോക്കിപ്പോയാൽ ഒരു 10% ക്വസ്റ്റ്യൻസ് എങ്കിലും അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ട് ആ ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കണം. അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി കെമിസ്ട്രിയുടെ കാര്യം നോക്കാം. അവിടെയും ഈ സെയിം കാറ്റഗറി ഫിസിക്സിന്റെ പോലെ തന്നെ <70, 70 to 140, 140 above ആ സെയിം കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് തന്നെയാണ്. <70 കിട്ടുന്നവരുടെ പ്രശ്നം അവിടെയും കൺസെപ്റ്റ്സ് തന്നെയാണ്. അപ്പോൾ ക്ലാസ് കാണണം. എസ്പെഷ്യലി ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയും ഫിസിക്കൽ കെമിസ്ട്രിയും. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ഹൈ വെയിറ്റേജ് ചാപ്റ്റേഴ്സ് ഇതിൻ്റെയൊക്കെ ക്ലാസ് നിങ്ങൾ ഈ April 20th മുമ്പായിട്ട് ഒന്നും കൂടെ സ്പീഡിലൊന്ന് എടുത്ത് കാണണം. ആ ചാപ്റ്റേഴ്സിൽ നിങ്ങൾക്ക് മനസ്സിലായ ഭാഗങ്ങളൊക്കെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആകാത്ത കൺസെപ്റ്റ് മാത്രം കണ്ടാൽ മതി. അല്ലാതെ ഒരു 2.5 മണിക്കൂറിൻ്റെയൊക്കെ ക്ലാസ് അത് ഫുള്ളായിട്ട് ഇരുന്ന് കാണരുത്. അതിനകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള 1 മണിക്കൂറേ ചിലപ്പോൾ കാണത്തുള്ളൂ. അപ്പം ആ രീതിയിൽ യൂസ് ചെയ്യണം. നിങ്ങൾ ഇങ്ങനെ പഠിക്കുന്ന ചാപ്റ്റേഴ്സ് തൊട്ടടുത്ത ദിവസം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സ്റ്റഡി സെഷന് ക്വിക്കായിട്ടൊന്ന് റിവൈസ് ചെയ്യാനും കൂടെ ഓർക്കണം. എന്നാലേ മെമ്മറി ഒന്ന് സ്ട്രോങ് ആവുള്ളൂ. ഇതിൽ തന്നെ പ്രിപ്പറേഷൻ ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തവരുണ്ട്. നിങ്ങൾ ജനറൽ ഓർഗാനിക്കിന്റെ ക്ലാസ്സുകൾ എന്തായാലും കാണണം. പിന്നെ ബയോളജി സ്ട്രോങ് ആയിട്ടുള്ളവർ ഇനോർഗാനിക് കെമിസ്ട്രിക്ക് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ ഫിസിക്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ കെമിസ്ട്രി കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളെ സംബന്ധിച്ച് ഇനിയുള്ള സമയം കൊണ്ട് എല്ലാം കൂടെ പഠിച്ചെടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. സോ കിട്ടാവുന്ന മാർക്ക് മാക്സിമൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇപ്പം തൊട്ട് ആലോചിച്ച് തുടങ്ങണം. അതുകൊണ്ട് നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്ത്തിനനുസരിച്ച് ടോപ്പിക്സ് സെലക്ട് ചെയ്ത് അത് പഠിച്ച് അവിടുന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് എല്ലാം റെഡിയാക്കണം. പിന്നെ നിങ്ങൾ മാർക്ക് കുറഞ്ഞു എന്ന് പറഞ്ഞ് മോക്ക് എക്സാംസ് ഒന്നും എഴുതാതിരിക്കരുത്. മിനിമം ഒരു 7 മോക്ക് എക്സാംസ് എങ്കിലും ഇനിയുള്ള ദിവസങ്ങളിൽ കംപ്ലീറ്റ് ചെയ്യാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് 70 to 140. നിങ്ങളും ജനറൽ ഓർഗാനിക് കെമിസ്ട്രി ശരിക്കും ക്ലിയർ ആയോ എന്നുള്ള കാര്യം സ്വന്തമായിട്ടൊന്ന് സെൽഫ് അനലൈസ് ചെയ്യണം. കൂടുതൽ പേരും അവിടെ കുറച്ച് വീക്കായിരിക്കും. നിങ്ങളുടെ റിവിഷന്റെ മെയിൻ ടൂൾസ് എന്ന് പറയുന്നത് MCQസും മോഡൽ എക്സാംസും തന്നെയാണ്. ഇനി അതിൽ തന്നെ ഇനോർഗാനിക് ബയോളജിയുടെ കാര്യം പറഞ്ഞ പോലെ ടെക്സ്റ്റ് വായിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ആ ടെക്സ്റ്റ് വായിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ബയോളജി വീഡിയോയിൽ പറഞ്ഞായിരുന്നു. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ ചാപ്റ്ററിൻ്റെ MCQs ഒരു 10 മിനിറ്റ് ഒന്ന് വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കണം. എന്നിട്ട് ചാപ്റ്റർ വായിക്കുക. എന്നിട്ട് MCQs സോൾവ് ചെയ്യുക. അപ്പം ആ ഒരു രീതിയിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് റിവൈസ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ള റിവിഷൻസ് ക്വിക്കായിട്ട് ചെയ്താൽ മതി. ബട്ട് ഒരു റിവിഷൻ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കണം. ഓക്കെ, ഇനി ഫിസിക്കൽ കെമിസ്ട്രിയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും കുറേ കാൽക്കുലേഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അത് ഫിസിക്സിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് റിവൈസ് ചെയ്യുക. ഓർഗാനിക്കിന്റെ കാര്യത്തിലും നിങ്ങൾ ഇടയ്ക്ക് ഒരു സൂപ്പർ സെഷൻസ് വെച്ച് ഒരു 30 മിനിറ്റ്സിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ നോക്കുക. ഫിസിക്സിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മെച്ചം നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂടുന്നുള്ള. ഓർഗാനിക്കിന് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിക്ക് ആകുന്നതിന് എടുക്കുന്ന സമയം പതുക്കെ കുറഞ്ഞു വരും. അതുകൊണ്ട് ഓർഗാനിക്കിന് ഇതുപോലെ ഒരു സൂപ്പർ സെഷൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം. എക്സർസൈസിന്റെ കാര്യത്തിൽ നിങ്ങൾ ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് എന്ന് പറഞ്ഞ് ഹിറ്റ് എന്ന് പറഞ്ഞ സാധനം ചിലപ്പോൾ കേട്ടിട്ടുണ്ട്. ഏകദേശം അതിന്റെ ആ പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഒരു 30 മിനിറ്റ്സ് ഹൈ ഇന്റൻസിറ്റിയിൽ നമ്മളൊന്ന് വർക്ക് ചെയ്യുമ്പോൾ എക്സാമിന്റെ സമയം വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഇന്റൻസിറ്റിയിൽ അത്യാവശ്യം സ്റ്റാമിന വെച്ച് ആ ഒരു 3.5 മണിക്കൂർ കംപ്ലീറ്റ് ചെയ്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ സൂപ്പർ സെഷൻ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫൈനൽ കാറ്റഗറി 140 അബവ് സ്കോർ ചെയ്യുന്നവരാണ്. നിങ്ങളും ഇനി നിങ്ങളുടെ റിവിഷൻ സ്ട്രാറ്റജിയിൽ മാറ്റമൊന്നും വരുത്തേണ്ട. ഇപ്പോഴത്തെ പോലെ കൺസിസ്റ്റന്റ് ആയിട്ട് അത് കീപ്പ് ചെയ്യുക എന്നുള്ളതിലാണ് കാര്യം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് ഒക്കെ ചെയ്യുമ്പം JEE മെയിൻസിൻ്റെയും കൂടെ ചെയ്യാൻ സമയം കിട്ടുമെങ്കിൽ അതും നോക്കുന്നത് നല്ലതായിരിക്കും. ആൻഡ് അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇതുവരെ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തെന്നുള്ള കോൺഫിഡൻസ് വേണം. ആ കോൺഫിഡൻസ് എക്സാമിൻ്റെ അന്ന് വരെ കീപ്പ് ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ചില മോഡൽ എക്സാംസിലൊക്കെ ഫ്ലക്ച്വേഷൻ വരും. ഈ 140 കിടക്കുന്ന ചിലപ്പോൾ ഒരു 110, 100 ഒക്കെ ഇടയ്ക്ക് ചില എക്സാംസിന് വരുമായിരിക്കും. പക്ഷേ അത് നിങ്ങളെ എഫക്ട് ചെയ്യരുത്. കെമിസ്ട്രിയിൽ നിങ്ങളുടെ ആവറേജ് മാർക്ക് ഒരു 140 റേഞ്ചിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം കുഴപ്പമില്ലാതെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി അങ്ങോട്ട്. അടുത്തത് ബയോളജിയാണ്. ബയോളജി നമുക്ക് റിവേഴ്സ് ഓർഡറിൽ നോക്കാം. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്ന ഒരു 330 അബവ് മാർക്ക് കിട്ടുന്നവരാണ്. നിങ്ങൾ ആകെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി, മാക്സിമം നമ്പർ ഓഫ് റിവിഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയും മാർക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ ഒരു 30 മിനിറ്റ്സിലൊക്കെ റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയം കൊണ്ട് ഒരു ചാപ്റ്റർ ഒക്കെ റിവൈസ് ചെയ്ത് പോകാൻ പറ്റും. ആ ഒരു സ്പീഡിലോട്ട് നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ ഈ വരുന്ന April 20th മുമ്പായിട്ട്
ആ ഒരു സ്പീഡിൽ റിവൈസ് ചെയ്തൊന്ന് പ്രാക്ടീസ് ചെയ്യണം. ആ സ്പീഡിൽ വായിച്ചാൽ റിവിഷൻ കുറച്ചൊക്കെ എഫക്റ്റീവ് ആകുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. തിയറി പഠിച്ച് മടുക്കുന്ന സമയത്തൊക്കെ NCERT ബേസ്ഡ് ക്വസ്റ്റ്യൻ ബാങ്കുകളുണ്ട്, അത് വെച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യും. അതുപോലെ യൂട്യൂബിൽ ഇപ്പം ക്വസ്റ്റ്യൻ പേപ്പർ പ്രഡിക്ഷൻ സീരീസ് പോലെയൊക്കെ ഓരോ ചാനലിലുണ്ട്. അത് അത്യാവശ്യം നല്ലൊരു ഫാക്കൽറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ അതും നിങ്ങൾ എടുത്ത് കാണുന്നത് നല്ലതായിരിക്കും. അടുത്ത കാറ്റഗറി ഒരു 200-നും 330-ക്കും ഇടയിൽ മാർക്ക് കിട്ടുന്നവരാണ്. ഇവിടെയും 2 വിഭാഗമുണ്ട്. റിപ്പീറ്റേഴ്സും കാണും, +2 കഴിഞ്ഞ് ഇപ്പോൾ എഴുതുന്നവരും കാണും. ഫസ്റ്റ് അറ്റംപ്റ്റ് എഴുതാൻ പോകുന്നവർ ഈ ഹൈ കൺസെപ്റ്റ് ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, നമ്മുടെ ജെനറ്റിക്സും ഹ്യൂമൻ ഫിസിയോളജിയിലെ കുറച്ച് ഭാഗങ്ങൾ, ഫോട്ടോസിന്തസിസ്, ബയോടെക്നോളജി, ഈ ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ക്ലാസ് എടുത്ത് തന്നെ കാണണം. കുറച്ച് ഡീറ്റെയിൽഡ് ക്ലാസ് തന്നെ കാണണം. ബാക്കി ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വന്തം വായിച്ചാൽ കുറേയൊക്കെ മനസ്സിലാവും. ഇല്ലെങ്കിൽ മാത്രം അതിൻ്റെ ക്ലാസ് നോക്കി പോയാൽ മതി. റിപ്പീറ്റേഴ്സിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഈ ക്ലാസ് എല്ലാം കണ്ട് അത്യാവശ്യം സെറ്റായിരിക്കുന്ന ആൾക്കാരാണ്. ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സിൽ ചിലപ്പോൾ കുറച്ച് ഡൗട്ടുകളൊക്കെ ഉണ്ടാവും. അതേതെങ്കിലും റിവിഷൻ ക്ലാസ് എടുത്ത് പെട്ടെന്നൊന്ന് സോൾവ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ഉണ്ടാകാൻ ചാൻസ് ഉള്ള ഒരു മെയിൻ പ്രശ്നം ഈ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്നൊരു ഐഡിയ ശരിക്കും ആയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ബയോളജി സ്ട്രാറ്റജി വീഡിയോയിൽ പറഞ്ഞ പോലെ ആ രീതിയിൽ ഒരു റൗണ്ടെങ്കിലും റിവൈസ് ചെയ്യണം. അതിനുശേഷമുള്ള റിവിഷൻസ് ഒക്കെ സ്പീഡ് ആക്കിക്കോ. ബട്ട് ഒരു റൗണ്ട് റിവിഷൻ ഞാൻ ആ പറഞ്ഞ പോലെ ചെയ്ത് നോക്കണം. എന്നാലേ നമ്മൾ ടെക്സ്റ്റ് വായിക്കുന്നത് എഫക്റ്റീവ് ആകത്തുള്ളൂ. പിന്നെ നിങ്ങളും തിയറി പഠിച്ച് എടുക്കുമ്പം NCERT ബേസ്ഡ് MCQs വെച്ച് ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ബയോളജിയിൽ 200-ലും താഴെ മാർക്ക് കിട്ടുന്നവർ നിങ്ങൾ ടെക്സ്റ്റ് ശരിക്കും ഒരു റൗണ്ട് സമയം എടുത്ത് തന്നെ വായിച്ചാലേ പറ്റത്തുള്ളൂ. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളൊരു 5 years പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്തിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിൻ്റെ ഒരു പാറ്റേൺ ഒന്ന് മനസ്സിലാക്കിയിട്ട് ടെക്സ്റ്റ് വായിക്കാം. ഈ ഒരു രീതിയിൽ ഫുള്ള് വായിക്കാൻ കുറച്ച് സമയം എടുക്കും. ബട്ട് ഒരു April 20th ഒക്കെ ആകുമ്പോഴേക്കും ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. നിങ്ങളിൽ കുറേ പേർക്ക് ഈ 3 സബ്ജക്റ്റിൻ്റെ മാർക്ക് ഭയങ്കര ലോ ആയിട്ടിരിക്കുന്നവർ കാണും. ആ ഒരു അവസ്ഥയിൽ നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കണം. നിങ്ങളിപ്പോൾ 650 അബവോ അല്ലെങ്കിൽ 620 അബവ് മേടിക്കുക എന്നുള്ള രീതി നോക്കാതെ നിങ്ങൾക്ക് ഇനിയുള്ള ദിവസം കൊണ്ട് എത്ര വരെ മാക്സിമം എത്തിക്കാൻ പറ്റുമെന്ന് മാത്രം ആലോചിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ബയോളജിയും കെമിസ്ട്രിയാണ് കൂടുതൽ എളുപ്പമെങ്കിൽ ആ 2 സബ്ജക്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. ഞാനിപ്പോൾ ഈ പറഞ്ഞ സ്ട്രാറ്റജികൾക്കുള്ള സമയം കൂടുതൽ ബയോളജിക്കും കെമിസ്ട്രിക്കും കൊടുക്കുക. എന്ന് പറഞ്ഞ് ഫിസിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കരുത്. ഫിസിക്സിന് ഒരു രക്ഷയില്ല എന്ന് ഉറപ്പുള്ളവർ അതിൻ്റെ അകത്ത് ഈസി ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റെഡിയാക്കാൻ നോക്കുക. അല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് വിട്ട് കളയരുത്, അത് മണ്ടത്തരാവും. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ലെവലിനനുസരിച്ച് നിങ്ങളുടെ വീക്ക്നെസ്സുകൾ കറക്റ്റ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് എത്താൻ നോക്കുക. നിങ്ങൾ അടുത്തൊരു 10 daysനുള്ളിൽ ഇപ്പോൾ ഫിസിക്സിൽ ഒരു 70 റേഞ്ചിൽ മാർക്ക് കിട്ടുന്ന ഒരാൾ ഒരു 100-ലോട്ട് എത്തിക്കാൻ ശ്രമിക്കുക. നമ്മൾ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വരെ എത്തും ഒരു 10 ദിവസം കൊണ്ടൊക്കെ. അത് കഴിഞ്ഞുള്ള 2 ആഴ്ച കൊണ്ട് നമുക്ക് ആ 100-ൽ നിന്ന് ഒരു 140-ലോട്ടൊക്കെ എത്തിക്കാൻ നോക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ മുമ്പ് സബ്ജക്റ്റിൻ്റെ സ്ട്രാറ്റജി പറഞ്ഞതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഒരുമിച്ച് ഉപയോഗിക്കണം. എത്ര ഇമ്പോസിബിൾ ആണെന്ന് തോന്നിയാലും നിങ്ങൾ ഇനി ബാക്കിയുള്ള സമയം നല്ല രീതിയിൽ ഉപയോഗിച്ചാൽ അതിനുള്ള റിസൾട്ടിലോട്ട് എത്തും. അതെവിടെ വരെ എത്തും എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മൾ ഇനിയുള്ള ദിവസം ഈ പറഞ്ഞ പോലെ സ്ട്രാറ്റജിക് ആയിട്ട് മാക്സിമം പഠിക്കണം. ഓരോ ദിവസവും അതുപോലെ മാക്സിമൈസ് ചെയ്യുന്നതിനെക്കുറിച്ച് മാത്രം ഫോക്കസ് ചെയ്യുക. വേറെ ഒന്നിനെക്കുറിച്ച് ഇപ്പോൾ ആലോചിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.